Hello Internet, welcome to my channel See the World with Salil. നമ്മളിപ്പോൾ മലേഷ്യയിലുള്ള പിനാങ് എന്ന് പറയുന്ന ഐലൻഡിലാണ്. ആ ഐലൻഡിൻ്റെ രസകരമായ കുറേ കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. നമുക്ക് പിനാങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ആ കാണുന്നതാണ് ഡുറാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ചക്ക പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട്. ശരിക്കും ഇതുണ്ടാവുന്നത് മലേഷ്യ, അതുപോലെ തായ്ലാൻഡ്, ഇന്തോനേഷ്യ പോലെയുള്ള ഫാർ ഈസ്റ്റ് കൺട്രികളിലാണ് പൊതുവെ ഇത് ഉണ്ടാവുന്നത്. കുറേ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണത്. പക്ഷേ ഇതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഡേഞ്ചറാണ്. ചില ഹോട്ടലുകളിലും ചില ഫ്ലൈറ്റുകളിലും ഒന്നും ഇത് കയറ്റത്തില്ല. സിംഗപ്പൂർ മെട്രോയിലും ഇത് അലൗഡ് അല്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ വേറൊരു സ്ട്രീറ്റാണത്. അവിടെയും ഇതേപോലെ തന്നെ കുറേ വാൾ പെയിൻസുകളുണ്ട്. ആ ഒരു വാൾ പെയിൻസ് കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും സഞ്ചാരികൾ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ കുറേ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. ആൾക്കാർ അവിടെ നിന്നെല്ലാം ചായ കുടിക്കും, ഒപ്പം ഈ പെയിൻറ്റിങ്ങിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കും. പുതിയതും പഴയതുമായ പല പെയിൻറ്റിങ്ങുകളുണ്ട്. ചിലതെല്ലാം പുതുതായിട്ട് പെയിൻ്റ് അടിച്ചതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറി നമ്മൾ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ വാൾ പെയിൻറ്റിങ്ങുകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി അതേപോലത്തെ മറ്റൊരു ബസ്സിൽ കയറി നമുക്ക് പിനാങ്ങിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിനാങ്ങിൻ്റെ ക്യാപിറ്റലായ ജോർജ് ടൗണിൽ കൂടിയാണ്. മലേഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് ജോർജ് ടൗൺ. ഈ ബസ്സിൽ ഡ്രൈവറിനെ കൂടാതെ മറ്റൊരു ഗൈഡും കൂടിയുണ്ട്. ഓരോ സ്പോട്ടുകൾ എത്തുമ്പോൾ അവർ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് നടത്തും. നമുക്കത് സഹായകരമാണ്. കൂടാതെ ഒരു മാപ്പ് കൂടി നമുക്ക് കയറുമ്പോൾ തരും. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നമുക്ക് കാണാം, എങ്ങനെയാണ് ഈ ബസ് പോകുന്നത്, ഏതൊക്കെ സ്റ്റോപ്പുകളുണ്ട്, ഓരോന്നിനും ഓരോ നമ്പറുകളാണ്. കൂടാതെ അതിൻ്റെ ടൈമിങ്, എത്ര രൂപയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ, പിനാങ് അറിയപ്പെടുന്നത് സിലിക്കോൺ വാലി ഓഫ് ഈസ്റ്റ് എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല കമ്പനികളുടെയും മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ആ കാണുന്നതാണ് പിനാങ്ങിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ടവർ കോംടാർ. ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസെല്ലാം അതിൻ്റെ ഉള്ളിലാണ്. 68 നിലകളാണ് മൊത്തം അതിനുള്ളത്. 74 ഇത് പണി പൂർത്തിയാക്കുമ്പോൾ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഹൈറ്റ് കൂടിയ ടവർ ഇതായിരുന്നു. 1974 എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ആ വർഷങ്ങളിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അന്നത്തെ കാലത്താണ് അവർ ഇത്രയും വലിയൊരു ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്തത്. നമ്മളിനി പോകുന്നത് പിനാങ്ങിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ പിനാങ് ഹില്ല് കാണാനായിട്ടാണ്. അതൊരു മലയുടെ മുകളിലാണ്. പക്ഷേ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. താഴെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവരുടെ ക്യാപിറ്റലായ ജോർജ് ടൗണിൽ നിന്ന് 9 കിലോമീറ്ററാണ് ഇങ്ങോട്ട്. ഫ്രാൻസിസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എക്സ്പ്ലോററാണ് ഈ പെനാങ് എന്ന് പറഞ്ഞ കോളനി ഇവിടെ സ്ഥാപിച്ചത്. പിനാങ് ഹില്ലിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ഫെനിക്കുലർ ട്രെയിൻ ഉണ്ട്. നമുക്ക് ഈ കാണുന്നതാണ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അതിൻ്റെ പ്രൈസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്കൂൾ കുട്ടികളെല്ലാം ഇവിടെ എക്സ്കർഷനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, അതാണ് ഫെനിക്കുലർ ട്രെയിൻ ആ മലയുടെ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളൊരു 3 മണിക്കൂർ നീളുന്ന ഒരു യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പിനാങ് പോർട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഷിപ്പ് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടും. നമുക്ക് ഇനി ബാക്കി ഷിപ്പിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളിലെല്ലാം കാണാം. നമ്മളിപ്പോൾ വന്നിറങ്ങിയ ആ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നത്.
നമ്മൾ പോർട്ട് ക്ലാങ്ങിൽ നിന്നപ്പോൾ ഈ ഷിപ്പിൻ്റെ പൂർണ്ണരൂപം ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. നിങ്ങളൊന്ന് നോക്കുക ഇപ്പോൾ ഈ ഷിപ്പിൻ്റെ യഥാർത്ഥ വലിപ്പം. ബാക്കിലുള്ള കുറച്ച് പോർഷൻ കാണാൻ പറ്റുന്നില്ല എന്നൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഷിപ്പിനെ ഇപ്പോൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഷിപ്പിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ പെനാങ്ങിൻ്റെ കാഴ്ച കുറച്ചുകൂടി ഭംഗിയായിട്ട് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ഐലൻഡ് ആണെന്നുള്ളത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവരുടെ മലേഷ്യയുടെ മെയിൻ ഐലൻഡ്. അതുവഴി ഒരു ബ്രിഡ്ജ് പോയിരുന്നത് നമുക്ക് ദൂരത്ത് കാണാം. ആ ബ്രിഡ്ജ് ചെന്ന് കണക്ട് ചെയ്യുന്നത് പിനാങ്ങിലേക്കാണ്. പിനാങ് ബ്രിഡ്ജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ നേരെ കാണുന്ന ബോട്ട് ജെട്ടിയാണ്. ലങ്കാവി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോട്ട് മാർഗം പിനാങ്ങിലേക്ക് വരാം. ആ ബോട്ട് ജെട്ടിയിലാണ് അങ്ങനെയുള്ള ബോട്ടുകളെല്ലാം വന്നെടുക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കോംടാർ ടവർ, പെനാങ്ങിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ടവർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. കൂടാതെ പെനാങ് സിറ്റി എത്ര വലിപ്പമുള്ളതാണെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മുന്നേ വന്നിറങ്ങിയ പോർട്ടിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ നമ്മൾ ആ മുന്നിൽ കാണുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പെനാങ്ങിലെ കാഴ്ചകൾ കാണാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇതാണ് കുട്ടികളുടെ പൂള്. ഇവിടെ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴം കുറവാണ്. കൂടാതെ ലൈഫ് ഗാർഡ് ഫുൾ ടൈം ഉണ്ട്. അതുകൊണ്ട് പേരൻസിനെല്ലാം കുട്ടികളെ ധൈര്യമായിട്ട് ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകാം. അതിൽ ഫുഡ് കഴിക്കാനായിട്ടൊന്ന് നീങ്ങിയാണ്. വിൻചാമ്പറിൽ നിന്നാണ് നോർമലി ഫുഡ് കഴിക്കുന്നത്. പക്ഷേ അവിടുത്തെ ടൈമിംഗ് കഴിഞ്ഞതുകൊണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പൊതുവെ എല്ലാവരുടെയും ധാരണ ഇവിടെ ഫുഡ് പൈസ കൊടുക്കണമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലൈറ്റായിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു. ഇത് ഷിപ്പിലെ 3-ാമത്തെ ദിവസമാണ്. നമ്മൾ നാളെ ഫുൾ ടൈം കടലിൽ തന്നെയായിരിക്കും. മറ്റന്നാൾ രാവിലെ ആയിരിക്കും സിംഗപ്പൂരിൽ തിരിച്ചെത്തുക. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഷിപ്പ് പെനാങ് പോർട്ടിൽ നിന്ന് അകലുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് പെനാങ് പോർട്ട് കാണാം. കൂടാതെ പെനാങ്ങിൻ്റെ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം കൃത്യമായിട്ട് കാണാം. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട കോംടാർ ടവറെല്ലാം നമുക്ക് ആ വെളിച്ചത്തിൽ കാണാം. പെനാങ്ങിൻ്റെ മലകളെല്ലാം അതിഭംഗിയാണ് ആ വെളിച്ചത്തിൽ കാണാൻ. ചെറിയൊരു കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളൊരു കാഴ്ച അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പലരും പെനാങ്ങിൽ നിന്നുള്ള ഈ സ്റ്റാർ ക്രൂയിസ് ഷിപ്പിൽ പോയിട്ടുണ്ടാവും. ആ കാണുന്നതാണ് കേട്ടോ സ്റ്റാർ ക്രൂയിസ് ഷിപ്പ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കുന്നത്. വലുപ്പത്തിൽ എത്ര വ്യത്യാസമുണ്ടെന്നൊന്ന് നോക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. പെനാങ്ങിൽ നിന്നും നമ്മളുടെ ഷിപ്പ് സിംഗപ്പൂർ ലക്ഷ്യമാക്കി പതുക്കെ യാത്ര തുടങ്ങുകയാണ്. രാത്രി വീണ്ടും നമ്മളുടെ ഫേവറേറ്റ് പ്ലേസായ സൊലാരിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. പകൽ പോലെയല്ല, ഇപ്പോൾ തിരക്കെല്ലാം കുറേ കുറഞ്ഞു. കൂടാതെ ലൈറ്റ്സ് എല്ലാം ഇട്ട് സൊലാരിയം അതിഭംഗിയായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. രാവിലെ പെനാങ്ങിലേക്ക് ഇറങ്ങി. നമ്മൾ ഇത്ര യാത്രകൾ കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചു. അതുകൊണ്ട് ഈ കാണുന്ന ഹോട്ട് ടബിൽ കുറച്ച് നേരം ഇരുന്നു. ഇനി നമുക്ക് കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊന്ന് നീന്താം. അങ്ങനെ ഷിപ്പിലെ 3-ാം ദിവസം അവസാനിക്കുകയാണ്. ഇതുവരെയും നിങ്ങൾക്ക് ഈ ഷിപ്പിലെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് മറ്റു കുറേ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരേക്കും ബൈ.